ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ ദിവസം കൂടിയാണ് ഒരു വ്ളോഗ് ചെയ്യുന്നേ. അപ്പം ഇത് കുറച്ച് ദിവസമായിട്ട് ഞാൻ എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പിന്നെ മടി കാരണം അങ്ങനെ കുറേ ദിവസം നീണ്ടുപോയി. ഇപ്പം നമ്മൾ ഒരാഴ്ചയായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ കുമരകത്ത് ഒരു ചെറിയ ട്രിപ്പിന് പോയ ഒരു വ്ളോഗാട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി. അപ്പോൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് ആലോചിച്ചപ്പോൾ എവിടെയെങ്കിലും പോകാമെന്ന് വെച്ച് കുമരകം ബേർഡ് സാഞ്ചുറി കാണാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പിന്നെ ബേർഡ് സാഞ്ചുറിയിൽ ഇപ്പം സീസൺ ഇല്ലാത്തതുകൊണ്ട് ബേർഡ്സൊക്കെ കുറവാണ്. പിന്നെ ഒത്തിരി നടക്കേണ്ടിയൊക്കെ വരത്തില്ലേ പിള്ളേരൊക്കെ ആയിട്ട്. അപ്പോൾ അവിടുത്തെ ചേട്ടന്മാരൊക്കെ പറഞ്ഞു ബോട്ടിൽ ഒരു റൗണ്ട് അടിക്കുന്നതാണ് അതിലും നല്ലത്, വെറുതെ പിള്ളേരെ കൊണ്ട് ഇത്ര നടക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ പോവുക. നമ്മൾ തൃക്കൊടിത്താനം അമ്പലത്തിൽ തൊഴുതു. അത് കഴിഞ്ഞ് നമ്മൾ AVCയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുമരകത്തോട്ട് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. AVCയിലെ നൂലപ്പം കഴിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ കുമരകത്തോട്ട് വന്നു. അപ്പോൾ അവിടെ ബോട്ടിൽ കയറി ഒരു റൗണ്ട് അടിക്കും. അപ്പം പോകുന്ന വഴി ചില ബേർഡ്സിനൊക്കെ കാണാൻ പറ്റും. പിന്നെ കുറേ ഹൗസ് ബോട്ട് നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. 1.5 മണിക്കൂർ എടുക്കും നമ്മൾ ഒരു റൗണ്ട് അടിച്ച് വരുമ്പോഴേക്കും. പക്ഷെ നല്ലൊരു രസമുള്ള കാഴ്ചയൊക്കെ ആയിരുന്നു. നമ്മളിതുവരെ ഹൗസ് ബോട്ടിൽ കയറിയിട്ടില്ല. വേറെ ബോട്ടിൽ ഇതുപോലെ കയറിയിട്ടുണ്ട്, ഹൗസ് ബോട്ടിൽ കയറിയിട്ടില്ല. ഞാൻ ഒത്തിരി അങ്ങ് അറ്റത്തോട്ട് പോയില്ല, ഞാൻ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. കുറച്ചുകൂടെ എൻഡിൽ പോകണമെങ്കിൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. എല്ലാം ചുറ്റിനും നല്ല ഭംഗിയാണ് കാണാൻ, നല്ല പച്ചപ്പും വെള്ളമൊക്കെ ആയിട്ട്. ഇഷ്ടംപോലെ നീർക്കാക്കയൊക്കെ ഉണ്ട്. നീർക്കാക്കയൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ പോയിട്ട് മീനെ എടുത്ത് വരുന്ന നല്ല രസമാണ് കാണാനും. മുങ്ങാങ്കുഴിയിട്ട് കുറേ നേരം അത് വെള്ളത്തിനകത്തോട്ട് പോകും, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ നല്ല രസമാണ് കാണാൻ. അതൊക്കെ അടുത്തല്ലേ നമ്മൾ കാണുന്നത്.
പിന്നെ പോകുന്ന വഴി കുറേ സൈസ് കൊക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കാണാത്ത സൈസിലെ കൊക്കൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. വേറെ കുറേ പക്ഷികളൊക്കെ ഉണ്ട്, അതിനൊന്നും പേര് നമുക്ക് അറിഞ്ഞൂടാ. ബേർഡ് സാഞ്ചുറിയിൽ നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് കയറാം കേട്ടോ. നമുക്ക് ഒത്തിരി നടന്ന് സമയം കളയാനില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ബോട്ടിൽ ബുക്ക് ചെയ്ത് കയറിയതാണ്. ഇതൊരു വേറെ എക്സ്പീരിയൻസ് ആണ്. കായലിലോട്ടൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയാണ്. ശരിക്കും നടുക്ക് എത്തുമ്പോൾ നല്ല രസമാണ്. കുറച്ച് നേരം നിർത്തിയിട്ട് ഇങ്ങനെ ആസ്വദിക്കാൻ. നല്ല കാറ്റും, മാങ്ങയുടെ സീസണൊക്കെ ആയതുകൊണ്ട് നിറച്ച് മാവിലൊക്കെ നിറച്ച് മാങ്ങയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇത് കാണാമല്ലോ. പിന്നെ റിസോർട്ടിൽ പല റിസോർട്ട്സൊക്കെ കാണാൻ പറ്റും നമുക്ക് പിന്നെ പോകുമ്പോൾ തന്നെ. പിന്നെ ഒരു റൗണ്ട് അടിച്ച് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്നു, ഇറങ്ങി. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോവാണ്. എനിക്കൊന്ന് കിളിക്കൂടെന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയത്. നല്ല തിരക്കാണ് അവിടെ, പക്ഷെ പെട്ടെന്ന് ഫുഡ് കിട്ടും, വലിയ താമസമൊന്നുമില്ല. കരിമീൻ വറുത്തതുണ്ടായിരുന്നു. പിന്നെ എല്ലാം ചൂടൊന്നുമല്ല, പെട്ടെന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് ചെമ്മീൻ റോസ്റ്റല്ല, എന്തോ കറി പോലത്തെ സംഭവം. പിന്നെ കക്ക ഇറച്ചിയായിരുന്നു തോന്നുന്നത്. നമ്മൾ വറുത്തരച്ച ചെമ്മീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു ഊണ്, നല്ല ഊണായിരുന്നു. കിട്ടു വലുതായിട്ടൊന്നും കഴിച്ചില്ല. കിട്ടുവിന് എപ്പോഴും ബിരിയാണിയാണ് ഇഷ്ടം. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകും. അപ്പം ഇതൊരു കുട്ടി വ്ളോഗായിരുന്നു കേട്ടോ. ഞാൻ നിങ്ങളെ കുമരകത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ ഇനിയും കാണാം. അതുവരെ ഓൾ ഓഫ് യു ടേക്ക് കെയർ, ബൈ.